ഇനി മുതൽ വാട്സാപ്പ് ഇല്ല, ട്വിറ്റർ ഇല്ല, ഇൻസ്റ്റഗ്രാം ഇല്ല, ഫേസ്ബുക്ക് ഇല്ല, ഗൂഗിൾ മീറ്റ് പോലുമില്ല. പകരം ക്ലബ് ഹൗസ് ഡ്രോപ്പ് ഇൻ ഓഡിയോ ചാറ്റ് മാത്രം. പ്രിയപ്പെട്ടവരെ, വെറും 2 ദിവസം കൊണ്ട് 1 കോടിയിലധികം ആളുകൾ ഡൗൺലോഡ് ചെയ്ത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ചരിത്രം സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കിടിലൻ ആപ്ലിക്കേഷനാണ് നെക്സ്റ്റെക്സ് അക്കാദമി ഇന്ന് അവതരിപ്പിക്കുന്നത്. അതെ, ക്ലബ് ഹൗസ് ഡ്രോപ്പ് ഇൻ ഓഡിയോ ചാറ്റ്. അതാണ് ആ ആപ്പിന്റെ പേര്. ഇൻവിറ്റേഷൻ ലിങ്ക് ലഭിച്ചാൽ മാത്രം നേരിട്ട് ക്ലബ് ഹൗസിലേക്ക് ജോയിൻ ചെയ്യാം. ഇത്രയും നാൾ വിദേശത്തും ഇന്ത്യയിൽ ഐഫോണിലും മാത്രം ലഭ്യമായിരുന്ന ഈ ആപ്പ് വെറും 2 ദിവസം മുമ്പാണ് ആൻഡ്രോയിഡ് പ്ലാറ്റ്ഫോമിൽ ലഭ്യമാക്കി തുടങ്ങിയത്. ക്ലബ് ഹൗസിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതിനും അതിനുശേഷം ക്ലബ് ഹൗസ് ഉപയോഗിക്കുന്നതിനും ഉള്ള രീതികൾ വ്യക്തമായി തന്നെ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്നതിനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യമായി ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ നേരെ ഗൂഗിൾ പ്ലേ സ്റ്റോറിലേക്ക് പോവുക. അവിടെ നമ്മൾ ക്ലബ് ഹൗസ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ലേഡിയുടെ ഐക്കൺ ഉള്ള ഒരു ആപ്പ് നമുക്ക് കാണാൻ പറ്റും. ഇത് നേരെ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഒരു ആപ്പിൻ്റെ ഇൻ്റർഫേസിലേക്കാണ് നേരിട്ടെത്തുക. അവിടെ താഴെ കാണാം ഗോട്ട് യുവർ ഇൻവൈറ്റ് ടെക്സ്റ്റ്. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എൻ്റർ യുവർ ഫോൺ നമ്പർ എന്ന് കാണാൻ പറ്റും. ഇത് ഫോൺ നമ്പർ ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്യുന്ന ആപ്പ് ആയതിനാൽ നിങ്ങളവിടെ നിങ്ങളുടെ ഫോൺ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നെക്സ്റ്റ് എന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ ആ ഫോൺ നമ്പറിലേക്ക് ഒരു OTP വരും. ഈ ഒരു OTP ഉപയോഗിച്ച് നമുക്ക് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയോ അല്ലെങ്കിൽ കോപ്പി ചെയ്തിട്ട് പേസ്റ്റ് ചെയ്ത് കൊടുക്കുകയോ ചെയ്താൽ നെക്സ്റ്റ് എന്ന് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം വാട്ട്സ് യുവർ ഫുൾ നെയിം എന്ന് ചോദിക്കുന്നുണ്ട്. നിങ്ങളുടെ ഫുൾ നെയിം എന്താണ് എന്നത് നിങ്ങളവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ മൗണ്ടൻ ആർട്ടിസ്റ്റ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ മൗണ്ടൻ ആർട്ടിസ്റ്റ് എന്നാണ് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം നെക്സ്റ്റ് എന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ പിക്ക് യൂസർ നെയിം, നിങ്ങളുടെ സാധാരണഗതിയിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഉള്ളതുപോലെ @ എന്നതിന് ശേഷം ഒരു യൂസർ നെയിം സെലക്ട് ചെയ്യാൻ ഉണ്ട്. അവിടെ നിങ്ങൾക്ക് ആവശ്യമുള്ള യൂസർ നെയിം നിങ്ങൾ കൊടുക്കുക. ഞാനിവിടെ മൗണ്ടൻ ആർട്ടിസ്റ്റ് എന്നത് തന്നെ കൊടുക്കുകയാണ്. അതിനുശേഷം ഈ ഒരു യൂസർ നെയിം നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി നെക്സ്റ്റ് എന്നത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ കാണിക്കും വി ഹാവ് റിസർവ്ഡ് മൗണ്ടൻ ആർട്ടിസ്റ്റ് ഫോർ യു ആൻഡ് വി വിൽ ടെക്സ്റ്റ് യു ആസ് സൂൺ ആസ് യുവർ അക്കൗണ്ട് ഈസ് റെഡി. അതായത് നിങ്ങൾക്ക് വേണ്ടി ഈ ഒരു യൂസർ നെയിം അവർ റിസർവ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി വേറെ ആർക്കും ഈ ഒരു യൂസർ നെയിം ലഭിക്കില്ല. എന്നാൽ പിന്നീട് നിങ്ങളെ ഈ ഒരു യൂസർ നെയിം നിങ്ങൾക്ക് വേണ്ടി അവൈലബിൾ ആക്കിയിട്ട് അക്കൗണ്ട് ഓപ്പൺ ആകുമ്പോൾ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും എന്നാണ് ഇവർ പറയുന്നത്. അത് നിങ്ങൾക്ക് ഒരു ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ട് ഫോണിലേക്ക് വരികയാണ് ചെയ്യുക. എന്നാൽ നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട് നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനു മുമ്പേ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ആപ്പിലേക്ക് പെർമിഷൻ കിട്ടും. ഇത് ഇൻവിറ്റേഷനിലൂടെ മാത്രം ഉള്ള ഒരു ആപ്പാണ്. ഇൻവിറ്റേഷനിലൂടെ മാത്രമാണ് സാധാരണഗതിയിൽ പെട്ടെന്ന് ഇതിലേക്ക് ആക്സസ് കിട്ടുക. ഓക്കെ, ഇനി ക്ലബ് ഹൗസിൽ ജോയിൻ ചെയ്ത നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സിന്റെ നോട്ടിഫിക്കേഷനിൽ നിങ്ങൾ ഇതുപോലെ വെയിറ്റിംഗ് ലിസ്റ്റിലാണ് എന്നുള്ള ഒരു നോട്ടിഫിക്കേഷൻ കാണിക്കും. അപ്പോൾ അവരത് ലെറ്റ് ദം ജോയിൻ എന്നുള്ളതിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങളെ ജോയിൻ ചെയ്യാൻ പെർമിറ്റ് ചെയ്തതായി കാണിക്കും. ഓക്കെ, ഇതുപോലെ നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഫ്രണ്ട് നിങ്ങളെ ക്ലബ് ഹൗസിലേക്ക് ജോയിൻ ചെയ്യുന്നതിന് വേണ്ടി അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഈ ആപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുക ഇങ്ങനെയായിരിക്കും. ഇവിടെ വെൽക്കം ടു ക്ലബ് ഹൗസ്, യു ആർ സുരേഷ് ബാബുസ് ഫ്രണ്ട് എന്നാണ് കാണുന്നത്. അതായത് സുരേഷ് ബാബു എന്ന വ്യക്തിയാണ് നിങ്ങളെ
ഇതിലേക്ക് നോമിനേറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് ഈ ഒരു ആപ്പിലേക്ക് പെർമിഷൻ കിട്ടിക്കഴിഞ്ഞു. ഇനി സെറ്റപ്പ് മൈ പ്രൊഫൈൽ എന്നത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഫുൾ നെയിം ഒരിക്കൽ കൂടി ഇവിടെ കൊടുക്കാം. എന്താണ് കൊടുക്കേണ്ടത് എന്ന് നേരത്തെ കൊടുത്തത് തന്നെ വേണമെങ്കിൽ അത് ചെയ്യാം. ചില സമയത്ത് നേരത്തെ കൊടുത്തത് തന്നെ അവിടെ ടൈപ്പ് ചെയ്ത് വരും, ഓട്ടോമാറ്റിക്കലി ടൈപ്പ് ചെയ്ത് വരും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ ആഗ്രഹമില്ല എങ്കിൽ ചേഞ്ച് ചെയ്യേണ്ട, അല്ല എങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ, ഇവിടെ മൗണ്ടൻ ആർട്ടിസ്റ്റ് എന്ന പേരാണ് ഞാൻ നേരത്തെ ടൈപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. വീണ്ടും അത് തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ആ യൂസർ നെയിം നേരത്തെ ടൈപ്പ് ചെയ്ത് കൊടുത്തതാണ്. വീണ്ടും നമ്മൾ ചിലപ്പോൾ മാത്രമേ വീണ്ടും നമ്മൾ ഇതൊക്കെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടി വരുള്ളൂ. ഓക്കെ, നമ്മൾ വീണ്ടും ടൈപ്പ് ചെയ്ത് കൊടുത്തു. ഇനി ഗ്രേറ്റ്, നൗ ആഡ് എ ഫോട്ടോ. ഇനി നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ പ്രൊഫൈൽ ഫോട്ടോ ആഡ് ചെയ്യാവുന്നതാണ്. അതൊന്നുകിൽ ഗാലറിയിൽ നിന്ന് നേരിട്ടെടുക്കാം, അല്ല എങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ എന്തെങ്കിലും ഇഷ്ടമുള്ള ഒരു ഫോട്ടോ കൊടുക്കാവുന്നതാണ്. ഇവിടെ ഞാനൊരു ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയാണ്. അല്ലെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് പോകാവുന്നതുമാണ്. പിന്നീട് നിങ്ങളുടെ ഫ്രണ്ട് ലിസ്റ്റിലുള്ള ആൾക്കാർ ഒക്കെ പലരും ഇതിൽ ജോയിൻ ചെയ്തിട്ടുണ്ടാവാം. ഇനി നിങ്ങളുടെ താല്പര്യമുള്ള മേഖലകൾ ഇവിടെ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ആ താല്പര്യമുള്ള മേഖലകൾ നിങ്ങൾ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് വേണമെങ്കിലും കൊടുക്കാം. സ്റ്റാർട്ടപ്പ്, വെഞ്ചർ, പ്രൊഡക്റ്റ്, ഇങ്ങനെ പലതും കാണാൻ പറ്റും. അതിൽ നമുക്ക് ഏറ്റവും താല്പര്യമുള്ള മേഖല ഏതാണോ ആ മേഖലയിലുള്ള ക്ലബിനെ സജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും കൂടിയാണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുന്നത്. ഓക്കെ, അപ്പോൾ അതിനുശേഷം അത് കൊടുത്തു കഴിഞ്ഞാൽ ചില പെർമിഷൻസ് ചോദിക്കും. അപ്പോൾ ക്ലബ് ഹൗസ് ടു ആക്സസ് യുവർ കോണ്ടാക്ട്സ്, നിങ്ങളുടെ കോണ്ടാക്ട്സിലേക്കുള്ള ആക്സസ് ചോദിക്കും. അത് നിങ്ങൾ കൊടുക്കുക. ഓക്കെ കൊടുക്കുകയാണെങ്കിൽ ആരൊക്കെ ഇതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും, ഫ്രണ്ട് ലിസ്റ്റിലുള്ളവർ. ഇൻ ലുക്സ് ഗുഡ് കൊടുക്കുക. ദെൻ ഇനി അവരെ നിങ്ങൾക്ക്, അതായത് ഹിയർ അതേഴ്സ് വി സജസ്റ്റ് യു ക്യാൻ എഡിറ്റ്, അതായത് ഇവിടെ നിങ്ങൾക്ക് ഇവരെയൊക്കെ വേണമെങ്കിൽ ഫോളോ ചെയ്യാം, നേരിട്ട് ഡയറക്റ്റ് ഫോളോ ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇതിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് ഫോളോ ചെയ്യാം. അപ്പോൾ സെലക്ട് ഇൻഡിവിജ്വലി എന്നതിൽ നമുക്ക് വേണമെങ്കിൽ ഒന്നോ രണ്ടോ ആൾക്കാരെ നമുക്ക് താല്പര്യമുള്ള ആരാണോ അവരെ സെലക്ട് ചെയ്തിട്ട് ഫോളോ ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒന്നോ രണ്ടോ ആൾക്കാരെ ഫോളോ ചെയ്യുന്നു, അത് നമ്മുടെ താല്പര്യമാണ്. ദെൻ ഇപ്പോൾ നമ്മൾ ആപ്പിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇനി ഈ ആപ്പിൻ്റെ ഒരു ഇൻ്റർഫേസ് ഇതാണ്. ഇനി വാട്ട്സ് ന്യൂ എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് അതിൽ അറിയാൻ വേണ്ടിയിട്ട് എന്താണ് ഇതിലേക്ക് പുതിയതായിട്ട് ഇതിനെപ്പറ്റി എന്താണ് ഇൻഫർമേഷൻ എന്നൊക്കെ അറിയണമെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു വെബ്സൈറ്റിലേക്ക് പോവും. അതിനെപ്പറ്റി കൂടുതലായിട്ട് ഇത് മെയ് 25 ട്യൂസ്ഡേ പ്രകാരം ഉള്ള അപ്ഡേറ്റ് ആണ്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ അത് വായിച്ചു നോക്കുക. അല്ല എങ്കിൽ നിങ്ങൾ ആ ക്ലബ് ഹൗസിൽ തന്നെ തുടരുക. ഇത് വേണ്ട എങ്കിൽ ഡിസ്മിസ് കൊടുത്താലും മതി. ഇവിടെ ഇപ്പോൾ പലരും ക്രിയേറ്റ് ചെയ്തിട്ടുള്ള റൂമുകൾ നമ്മൾ ചാറ്റ് റൂമുകൾ പോലെയാണ് ഇത്. അപ്പോൾ അവിടെയുള്ള ഓരോ റൂമുകൾ നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാം. വിസിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് താല്പര്യമുള്ള ഒരു റൂം നിങ്ങൾ കണ്ടു. ഇപ്പോൾ ഉദാഹരണത്തിന് പൃഥ്വിരാജും ജനൻ ടി വിയും, അതിൽ കയറി കഴിഞ്ഞാൽ ക്ലിക്ക് ചെയ്ത് കയറി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അതിൽ നിന്ന് ആൾക്കാർ സംസാരിക്കുന്നത് കേൾക്കാൻ പറ്റും. അതായത് ഒരു ടീം ഈ ഒരു റൂമിനുള്ളിൽ നിന്നുകൊണ്ട് അവരുടെ വിഷയങ്ങൾ സംസാരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ടോപ്പിക്കാണ് ഏറ്റവും മുകളിൽ കൊടുത്തിരിക്കുന്നത്, പൃഥ്വിരാജും ജനൻ ടി വിയും. അപ്പോൾ ഇതിൽ താഴെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഫോളോഡ് ബൈ ദ സ്പീക്കേഴ്സ്. മുകളിൽ ഒരു 3 സെക്ഷനായിട്ടാണ് ഇത് കാണാൻ പറ്റുക. ഏറ്റവും മുകളിൽ സ്പീക്കേഴ്സ്, ആർക്കൊക്കെയാണ് സംസാരിക്കാനുള്ള പെർമിഷൻ ഉള്ളത് ഈ ഗ്രൂപ്പിൽ. പിന്നെ രണ്ടാമത്തത് ഫോളോഡ് ബൈ ദ സ്പീക്കേഴ്സ്, അതായത് ഈ മുകളിലുള്ള ആരാണോ സംസാരിക്കുന്നത് ആ ആൾക്കാർ സ്പീക്കേഴ്സ് അവരുടെ ഫോളോവേഴ്സാണ് ഈ താഴെ കാണുന്നത് രണ്ടാമത്തെ സെക്ഷനിൽ. ഇനി മൂന്നാമത്തെ സെക്ഷനിൽ ഓഡിയൻസ് തന്നെയാണ്. ആ ഓഡിയൻസിൽ അതേഴ്സ് ടു ദ റൂം, ഇൻ ദ റൂം, അതായത് മറ്റുള്ളവര് ഈ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടുള്ളവരാണ് അവര്, പക്ഷെ അവർക്ക് സ്പീക്കർ ആവാൻ സംസാരിക്കാനുള്ള പെർമിഷൻ ഇല്ല. അതുകൊണ്ട് തന്നെ അവര് അതേഴ്സ് എന്ന ഗ്രൂപ്പിൽ, അതായത് അവര് മറ്റുള്ളവരുടെ ഫോളോവേഴ്സും അല്ല, സംസാരിക്കുന്നവരുടെ ഫോളോവേഴ്സും അല്ല, അതുപോലെ തന്നെ എന്തുമല്ല സംസാരിക്കാനുള്ള പെർമിഷനും അവർക്കില്ല.
ഓക്കെ, അതുകൊണ്ടാണ് മൂന്നാമത്തെ സെക്ഷനിൽ നിൽക്കുന്നത്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഇതിലേക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ നേരെ ഈ റേസ് ഹാൻഡ്, വലതുവശത്ത് ഒരു ഹാൻഡ് ഐക്കൺ ഉണ്ട്, അത് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ റേസ് യുവർ ഹാൻഡ് എന്ന് കാണാം. അപ്പോൾ ഇത് ടച്ച് ചെയ്തിട്ട് നമ്മൾ റേസ് ഹാൻഡ് എന്നതിൽ ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ജോയിൻ ചെയ്യാം. അതായത് ഇതിൽ സ്പീക്കർ ആവാനുള്ള പെർമിഷൻ കിട്ടും. അത് ചിലപ്പോൾ അവർ പെർമിഷൻ തരും. അപ്പോൾ തരുന്ന ആളെ നമുക്ക് കാണാൻ പറ്റും. പെർമിഷൻ ജോയിൻ ആസ് സ്പീക്കർ, അല്ലെങ്കിൽ മേ ബി ലേറ്റർ, നമ്മൾ അറിയാതെ കൈ ടച്ച് ചെയ്ത് പോയതൊക്കെ ആണെങ്കിൽ മേ ബി ലേറ്റർ കൊടുക്കാം, അല്ലെങ്കിൽ ജോയിൻ ആസ് സ്പീക്കർ എന്ന് കൊടുക്കാം. അപ്പോൾ നമുക്ക് പെർമിഷൻ അലോ ചെയ്ത് കിട്ടും. പെർമിഷൻ അലോ ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രശ്നം എന്താന്ന് വെച്ചാല് നമ്മുടെ ഓഡിയോ ഉടൻ തന്നെ മ്യൂട്ട് ചെയ്ത് വെക്കേണ്ടതുണ്ട്. അല്ല എങ്കിൽ നമ്മൾ പറയുന്നത് മുഴുവൻ ആ ഒരു ഗ്രൂപ്പിലേക്ക് എത്തുകയും അവർ കേൾക്കുകയും ചെയ്യും. ഓക്കെ, ഇനി ഈ ആപ്പിൽ നമ്മൾ കയറി കഴിഞ്ഞാൽ നമുക്ക് കാണുന്നത് ഈ രീതിയിലായിരിക്കും. അതായത് ഈ റൂമിൽ കയറി കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് മനസ്സിലാവുക ആരാണ് സംസാരിക്കുന്നത് എന്ന്? സംസാരിക്കുന്നവർക്ക് ചുറ്റുമായിട്ട് ഒരു ലൈറ്റനിങ് പോലെ, അതായത് ഒരു ബ്ലിങ്കിങ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. അവരാണ് സ്പീക്കർ എന്ന് അതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഈ ഒരു ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള റൂം ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ ക്ലബും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ റൂമും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു തുടക്കക്കാർക്ക് എപ്പോഴും റൂം മാത്രമേ ക്രിയേറ്റ് ചെയ്യാനുള്ള പ്രൊവിഷൻ ക്ലബ് ഹൗസ് നൽകുന്നുള്ളൂ. അപ്പോൾ ഇത് നേരത്തെ ഐഫോണിലും വിദേശ രാജ്യങ്ങളിലുമൊക്കെ അവൈലബിൾ ആയിട്ടുള്ളതാണ്. ഇപ്പോഴാണ് ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ളത് എന്നതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള ചില പെർമിഷൻസ് അവർ റെസ്ട്രിക്റ്റ് ചെയ്തിട്ടാണ് പതുക്കെ ലോഞ്ച് ചെയ്യുന്നത്. ഓക്കെ, ആദ്യം സ്റ്റാർട്ടർ റൂമിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3 ഓപ്ഷൻസ് ആണ് അവൈലബിൾ ആയിട്ടുണ്ടാവുക. ഒന്ന് ഓപ്പൺ റൂം, അതുപോലെ തന്നെ സോഷ്യൽ റൂം, ക്ലോസ്ഡ് റൂം. അപ്പോൾ ഓപ്പൺ റൂമിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങൾ മുകളിൽ ആഡ് ടോപ്പിക് എന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ടോപ്പിക്ക് കൊടുത്തിട്ട് നിങ്ങൾ അതിലേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് നിങ്ങൾ റൂം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പേര് താഴെ കാണാൻ പറ്റും. ലെറ്റ്സ് ഗോ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരു ഗ്രൂപ്പ് അവിടെ കാണാൻ പറ്റും. ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇനി അതിൽ താല്പര്യമില്ല എങ്കിൽ നമ്മൾ തന്നെ ലീവ് ചെയ്യുക, ലെഫ്റ്റ് അടിച്ചിട്ട്. അപ്പോൾ ഷുവർ ഐ വിൽ വെയിറ്റ് എന്നത് കാണുന്നത് എന്താണെന്ന് വെച്ചാൽ അവിടെ ആരും നിലവിൽ ആ റൂമിൽ ജോയിൻ ചെയ്തിട്ടില്ല. ഇനി ആരെങ്കിലും ജോയിൻ ചെയ്യുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ ആ റൂം നമുക്ക് എൻഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ ഓപ്ഷനിൽ സോഷ്യൽ റൂമാണ്. സോഷ്യൽ എന്നത് നമുക്ക് നമ്മുടെ ഫോളോവേഴ്സിന് മാത്രമേ ഈ ഒരു റൂം ക്രിയേറ്റ് ചെയ്തതായിട്ടുള്ള ഇൻറ്റിമേഷൻ പോവുകയുള്ളൂ. അതുകൊണ്ട് അവർക്ക് മാത്രമേ ഇതിലേക്ക് നമ്മുടെ റൂമിലേക്ക് കയറി വരാൻ പറ്റുകയുള്ളൂ, സോഷ്യൽ റൂം എന്നുള്ള ഓപ്ഷൻ ഉപയോഗിക്കുകയാണെങ്കിൽ. ഇനി ക്ലോസ്ഡ് എന്നതിൽ നമ്മൾ ആർക്ക് മാത്രമാണ് ഇൻവിറ്റേഷൻ കൊടുക്കുന്നത് അവർക്ക് മാത്രമേ നമ്മുടെ ഈ ഒരു റൂമിലേക്ക് കയറി വരാൻ പറ്റുകയുള്ളൂ. ഇതാണ് ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള റൂം ക്രിയേഷൻ ഫെസിലിറ്റി. അതായത് ക്ലോസ്ഡ് റൂം ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും എല്ലാവർക്കും ഏറ്റവും സേഫായിട്ട്. അതായത് മറ്റുള്ളവർ നമ്മളെ അനുമതിയില്ലാതെ കയറി വരുന്ന ആൾക്കാരെ നമുക്ക് തടയണമെങ്കിൽ ക്ലോസ്ഡ് റൂമാണ് നല്ലത്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഈ ഒരു റൂം അല്ലാതെ നമ്മൾക്ക് ഏത് ഓപ്പൺ റൂമിലേക്കും ഓപ്പണായിട്ട് കയറിപ്പോകാം. കയറിപ്പോയാൽ അവിടെയുള്ള സംസാരം അപ്പോൾ തന്നെ നമുക്ക് കേൾക്കാൻ പറ്റും. അതുപോലെ തന്നെ റൈറ്റ് സൈഡിലുള്ള മൈക്ക് നമ്മൾ മ്യൂട്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നത് ആ ഒരു മൈക്ക് സിമ്പൽ നമുക്ക് കിട്ടുമ്പോഴാണ്. അതായത് മൈക്കല്ല, നമ്മുടെ ഈ ഒരു മൈക്ക് തന്നെ, മൈക്ക് സിമ്പൽ നമുക്ക് കിട്ടുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ നമ്മൾ റേസ് ഹാൻഡ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട്
നമ്മൾ റേസ് ഹാൻഡ് എന്ന And ഓപ്ഷൻ that was not one battle I would have picked today when he said my God. ഉപയോഗിച്ചുകൊണ്ട് No, I think I heard someone here talk about being in these rooms, becoming their guilty നമുക്ക് pleasure, പെർമിഷൻ കിട്ടണം, and it's sort സ്പീക്കർ of become ആവാനുള്ള mine. പെർമിഷൻ. And I've spoken only in a couple of them because when it അത് gets കിട്ടാത്തത്തോളം beyond, കാലം നമുക്ക് you know, ഈ ഒരു beyond റേസ് what I ഹാൻഡ് can എന്ന take, ഓപ്ഷൻ തന്നെയായിരിക്കും അവിടെ Right. ഉണ്ടാവുക. us ഓക്കെ, to go up on stage and just ഇനി say something. നമുക്ക് But ഒരു I think I'm also in those rooms സ്ഥലത്ത് to നിന്ന്, understand. അതായത് You know, ഒരു I know റൂമിൽ of നമ്മൾ course കയറി everybody has കഴിഞ്ഞാൽ their അവിടെ particular നിന്ന് ലീവ് reasons ചെയ്യണമെങ്കിൽ behind it, but ലീവ് just to ക്വയറ്റ്ലി get എന്നുള്ളതിന്റെ at ഓപ്ഷൻ ഇതാണ്, ഈ ഒരു how രണ്ട് വിരല് entitled and how മുകളിലേക്ക് പൊക്കിയിട്ടുള്ളത്. delusional അത് they വേണമെങ്കിൽ are, നമുക്ക് and ബാക്ക് where are they അടിക്കുമ്പോൾ finding അതിങ്ങനെ sort of കാണാൻ that പറ്റും, അത് ഈ ഒരു psychological strength സൈഡിലേക്ക് to go മാറുന്നത് on കാണാൻ about പറ്റും. it അപ്പോൾ with അവിടെ so ടച്ച് much ചെയ്തുകൊണ്ടും surety. നമുക്ക് And at ശാന്തമായിട്ട് least in ഇറങ്ങി the വരാം rooms that ആ I have ഗ്രൂപ്പിൽ been നിന്ന്. for the ഓക്കെ, time, ഇതാണ് ആ ഒരു ഒരു റൂമിൽ നിന്ന് നമ്മൾ ഇറങ്ങി വരുന്നതും റൂമിലേക്ക് കയറി പോകുന്നതുമായിട്ടുള്ള സ്റ്റെപ്സ്. പിന്നെ അവിടെ കയറി പോയി കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അവിടെയുള്ള ആൾക്കാരെ നമുക്ക് വേണമെങ്കിൽ ആരെങ്കിലും so much of their own അറിയാൻ ideology. I was പറ്റും. in the room, അതിൽ in that ഇപ്പം room, and ഉദാഹരണത്തിന് they were constantly talking about, yeah, we agree there is ഒരാളെ no നമ്മൾ Hindutva, feminism, ജസ്റ്റ് and you know, അറിയുന്നതിന് Yes വേണ്ടിയിട്ട് has ക്ലിക്ക് ചെയ്യുന്നു. theorized വേണമെങ്കിൽ അയാളെ it, and നമുക്ക് you know, we ഫോളോ don't ചെയ്യാം. have അതുപോലെ a തന്നെ അയാളുടെ theory of it, and പ്രൊഫൈൽ then of കാണാം. course some people came ഇനി and അയാളെ said, you know, നമുക്ക് this ഒരു is കാലത്തും just a നമ്മളൊരു but ഫോളോ they're ചെയ്യേണ്ടുന്ന, trying to നമുക്ക് അങ്ങോട്ടോ portray ഇങ്ങോട്ടോ this ഫോളോ ചെയ്യേണ്ട image ആളല്ല of, എങ്കിൽ you know, being നമുക്ക് അവിടെ വെച്ച് തന്നെ അയാളുടെ more പ്രൊഫൈലിൽ വെച്ച് തന്നെ liberal, അയാളെ being ഈ ഒരു more 3 ഡോട്ടിൽ ക്ലിക്ക് inclusive, ചെയ്തുകൊണ്ട് being ബ്ലോക്ക് more ചെയ്യാനും പറ്റും. tolerant, പിന്നെ അയാളുടെ and they പ്രൊഫൈൽ are നമുക്ക് ഷെയർ equating ചെയ്യാൻ being പറ്റും, അയാളുടെ tolerant ഡീറ്റെയിൽസ് with ഒക്കെ നമുക്ക് അവിടെ Clubhouse and കാണാൻ letting പറ്റും. people speak on ഇതൊക്കെയാണ് stage from ഈ the other side ഫെസിലിറ്റീസ് as ആണ് being tolerant നോർമലി of people. നമ്മുടെ ഈ ഒരു ക്ലബ് ഹൗസ് ആപ്പിൽ ഉള്ളത്. ഇത് ഇനി വളരെയധികം പ്രചാരം നേടാൻ പോകുന്ന ഒരു ആപ്പാണ്. കാരണം ഇപ്പോൾ തന്നെ 2 ദിവസം കൊണ്ട് ഇത്രയധികം ആൾക്കാർ, 1 കോടിയിലധികം ആൾക്കാർ ഈ ആൻഡ്രോയിഡ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു എന്നുള്ളത് ഒരു വലിയൊരു സത്യമാണ്. അതായത് നമ്മുടെ ഇൻസ്റ്റഗ്രാം, മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളായിട്ടുള്ള ട്വിറ്റർ, ടെലഗ്രാം, വാട്സാപ്പ്, ഇതിനൊക്കെ വലിയൊരു അടിയാണ്. അതുപോലെ തന്നെ ഗൂഗിൾ മീറ്റിന് ഇനിയുള്ള ക്ലാസ്സുകളൊക്കെ പലതും വെബിനാറുകൾ, ഓൺലൈൻ ആയിട്ടുള്ള മീറ്റിങ്ങുകൾ ഒക്കെയും നടക്കുന്നത് മിക്കവാറും ഈ ഒരു ആപ്പിലൂടെ ആയിരിക്കും. അതുകൊണ്ട് എല്ലാവരും ഈ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് അത്യാവശ്യവുമാണ്. വളരെ കോഷ്യസ് ആയിരിക്കണം ഒരു കാര്യം. കാരണം നമുക്ക് ഈ ഒരു പെർമിഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ നിന്ന് സംസാരിക്കുന്ന പല കാര്യങ്ങളും നമ്മളെ മൈക്ക് ഓഫ് ചെയ്തിട്ടില്ല എങ്കിൽ അത് അവിടെയുള്ള എല്ലാവരും കേൾക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു ബുദ്ധിമുട്ട്. നമ്മളത് ശ്രദ്ധിക്കണം എന്നുള്ളത്. വേറെ ഒന്നുമല്ല, നമ്മൾ വളരെ കോഷ്യസ് ആയിരിക്കണം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ പൊതുവേ കയറുമ്പോൾ. അതിവിടെയും ബാധകമാണ്. ഓക്കെ, ആൻഡ്രോയിഡിൽ ഈ ആപ്പ് ഒരു പുതുമുഖമായതിനാൽ തന്നെ ഇതിൽ കൊടുത്തിട്ടുള്ള ഓപ്ഷൻസും വളരെ പരിമിതമാണ്. അതിൽ ഇപ്പം നമ്മളിപ്പോൾ ഈ ഒരു റൂമിൽ കയറി കഴിഞ്ഞു. ഇതിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഓരോരുത്തരുടെ പ്രൊഫൈലൊക്കെ കാണാൻ പറ്റും. അതിൻ്റെ പ്രൊഫൈലിൽ നമ്മൾ ശ്രദ്ധിച്ചു നോക്കുക. എന്താണ് പ്രത്യേകത നമുക്ക് കാണാൻ പറ്റുന്നത്? ഈ ഒരു പ്രൊഫൈലിലെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പ്രൊഫൈലിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഒരു സിമ്പിൾ കാണാൻ പറ്റും, റൈറ്റ് സൈഡിൽ വേറൊന്നും. അതിനുശേഷം എത്ര ഗോഡ്ഫാദർ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു പൂത്തിരി കത്തിച്ചതുപോലുള്ള ഒരു സിമ്പിളാണ്. ഇത് ഇവര് ഈ ഗ്രൂപ്പില്, അതായത് ഈ ഒരു പ്ലാറ്റ്ഫോമില് തുടക്കക്കാരാണ് എന്നതിന്റെ സിമ്പിളാണ്. ഇനി റൈറ്റ് സൈഡിൽ നമുക്ക് കാണുന്നത് അവരുടെ സൗണ്ട് മ്യൂട്ട് ചെയ്തിട്ടാണോ അൺമ്യൂട്ട് ചെയ്തിട്ടാണോ ഉള്ളത് എന്നുള്ളതിന്റെ അടയാളമാണ്. പിന്നീട് കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊരു ഗ്രീൻ കളറാണ്. ആ ഗ്രീൻ കളറിന്റെ അർത്ഥം ഇവര് ഈ ഒരു ചാറ്റ് റൂമിന്റെ മോഡറേറ്റേഴ്സ് ആണ്. ഇവർക്കാണ് ഇതിനെ കൺട്രോൾ ചെയ്യാനുള്ള പെർമിഷൻ ഉള്ളത്. അപ്പോൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യുമ്പോൾ വേണമെങ്കിൽ കൺട്രോൾ ചെയ്യാനുള്ള പെർമിഷൻ കൊടുക്കാം. ഓപ്പൺ ഗ്രൂപ്പാണ്. നമ്മൾ ഒരു തരത്തിലും യാതൊരു പേര് പോലും ഇടാതെ നമുക്ക് വേണമെങ്കിൽ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാം. സാധാരണഗതിയിൽ 7 ദിവസം കഴിഞ്ഞാലാണ് ഈ ഒരു പൂത്തിരി സിമ്പിള് പോവുക. അതായത് നമ്മൾ ആ ഒരു പ്ലാറ്റ്ഫോമിൽ തുടക്കക്കാരല്ല എന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ പോയി കഴിഞ്ഞാൽ ലെറ്റ്സ് ഗോ എന്നത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം, നമുക്ക് വേണമെങ്കിൽ ഈ പെർമിഷൻ റേസ് ഹാൻഡ് എന്ന പെർമിഷൻ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. ആർക്കാണ് നമ്മൾ ഈ റേസ് ഹാൻഡ് എന്നുള്ള ഓപ്ഷന് പകരം ലിമിറ്റഡ് ടു ഫോളോഡ് ബൈ ദ സ്പീക്കേഴ്സ്
സ്പീക്കറിനെ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമേ സംസാരിക്കാനുള്ള പെർമിഷൻ ഉള്ളൂ എന്നതാണ്. ഇതിൻ്റെ മീനിങ്. ഓക്കെ, അതായത് സ്പീക്കറിൻ്റെ ഫോളോവേഴ്സിന് മാത്രമേ ഇതിലേക്ക് റിക്വസ്റ്റ് റേസ് ഹാൻഡ് ഉപയോഗിച്ചുകൊണ്ട് സംസാരിക്കാൻ വേണ്ടി കയറി വരാൻ പറ്റുള്ളൂ. അതാണ് ആ ഓപ്ഷൻ കൊടുത്തല്ല ഗുണം. ഓക്കെ, കാരണം അല്ലെങ്കിൽ ഓപ്പൺ ഒരു റൂമാവുമ്പോൾ ഉള്ള പ്രത്യേകത എന്ന് വെച്ചാൽ എല്ലാവരും കയറി വരും, എല്ലാവരും ഈ ഒരു റിക്വസ്റ്റ് ചെയ്യും. അതായത് റേസ് ഹാൻഡ് ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് സംസാരിക്കാനുള്ള റിക്വസ്റ്റ് ചോദിക്കാൻ പറ്റും. ഓക്കെ, അത് തടയുന്നതിന് വേണ്ടിയിട്ടാണ് ഓൾറെഡി സ്പീക്കറായിട്ടുള്ളവരുടെ ഫോളോവേഴ്സിന് മാത്രം ആ ഓപ്ഷൻ കൊടുക്കുന്നത്. ഓക്കെ, അത് നമുക്ക് അങ്ങനെ ചെയ്യുന്നതായിരിക്കും കുറച്ച് ബെറ്റർ. ഇനി ക്ലബ്ബ് ഫോം ചെയ്യുന്നതിനുള്ള പെർമിഷൻ ആർക്കൊക്കെയാണ് ഉള്ളത് എന്നുള്ളതാണ്. ഇത് വളരെ ഒരു കുറച്ചുകൂടി ദീർഘകാലത്തോളം ഈ ഒരു ആപ്പിൽ നിലനിന്ന കുറച്ച് റൂമുകളും ചില മീറ്റിങ്ങുകളും ഒക്കെ ഹോസ്റ്റ് ചെയ്തിട്ട് ഉള്ള ആൾക്കാർക്ക് ഓട്ടോമാറ്റിക്കലി ലഭിക്കുന്ന പെർമിഷനാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇൻവൈറ്റ് ചെയ്യാനുള്ള മറ്റുള്ളവരെ ഈ ഒരു ക്ലബ് ഹൗസിലേക്ക് ഇൻവൈറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ലഭിക്കുന്നതാണ്. കാരണം ഇതിൽ നിങ്ങളൊരു പെർമനൻറ്റ് മെമ്പറായിട്ട് കുറച്ച് കാലം കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് അതിനുള്ള ഓപ്ഷൻസ് ലഭിക്കുകയുള്ളൂ. ഓക്കെ, ഇനി ഏറ്റവും മുകളിലുള്ള സിമ്പിൾസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു മെസ്സേജിൻ്റെ സിമ്പിൾ കാണുന്നുണ്ട്. ആ മെസ്സേജിൻ്റെ സിമ്പിൾ കാണുന്നത് യു ഹാവ് 5 ഇൻവൈറ്റ്സ് എന്നുള്ളതാണ്. നിങ്ങൾക്ക് 5 പേരെ ഇൻവൈറ്റ് ചെയ്യാൻ പറ്റും. ആ 5 പേര് ആരൊക്കെ ആയിരിക്കണം എന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ ആ 5 പേരെ നിങ്ങൾ ഇതിൽ നിന്ന് സെലക്ട് ചെയ്ത് ഇൻവൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഇൻവൈറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ തീർന്നു പോകും. അതുകൊണ്ട് തന്നെ അത് ആരൊക്കെയാണ് ഇതിലേക്ക് ഈ ക്ലബ് ഹൗസിലേക്ക് വരേണ്ടത് എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആൾക്കാരെ മാത്രം സെലക്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ ഈവൻസ് ആണ്. അതായത് ഈ നിങ്ങളുടെ ഫോളോവേഴ്സോ മറ്റോ അല്ലെങ്കിൽ നിങ്ങൾ നേരത്തെ സെലക്ട് ചെയ്തിട്ടുള്ള ഒരു ഇൻട്രസ്റ്റഡ് ലിസ്റ്റ് ഉണ്ടല്ലോ, ആ ലിസ്റ്റിൽ നിന്നുള്ള അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സബ്ജക്റ്റിലെ അപ്കമിങ് ഇവൻറ്റ്സ് ആണ് നിങ്ങൾക്ക് കാണാൻ പറ്റുക. അപ്പോൾ അതിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാട്ട് വുഡ് യു ലൈക്ക് ടു യൂസ് എന്നുള്ളതിൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ മൈ ഈവൻറ്റ്സ്, നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഈവൻറ്റ്സ് ഓൾറെഡി സെലക്ട് ചെയ്തിട്ടുള്ള ഈവൻറ്റ്സ് ഉണ്ടെങ്കിൽ നമുക്കത് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഒരു പുതിയൊരു മീറ്റിംഗ് ഹോസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഷെഡ്യൂൾ ചെയ്യാൻ പറ്റും പുതിയ ഈവൻറ്റ്. അത് മൈ ഈവൻറ്റ്സിൽ ടച്ച് ചെയ്തിട്ട് ഇവിടെ റൈറ്റിലുള്ള പ്ലസ് സിമ്പിളിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഹോസ്റ്റ് ചെയ്യുന്ന അതുപോലെ തന്നെ നമുക്ക് മറ്റൊരാളെ ഹോസ്റ്റ് ആയിട്ട് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. അതിൽ നമുക്ക് ഇവിടെ വേറെ ആരെങ്കിലും നമ്മുടെ ഫോളോവേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക്, അല്ലെങ്കിൽ നമ്മൾ ഫോളോ ചെയ്യുന്നവരും നമ്മൾ തിരിച്ച് ഫോളോ ചെയ്യുന്നവരുമായിട്ടുള്ളവരുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റൂ, സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ദെൻ എന്താണ് നമ്മൾ നടത്താൻ പോകുന്ന മീറ്റിംഗ് എന്നതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷനൊക്കെ ഇതിൽ കൊടുക്കാൻ പറ്റും. സമയമൊക്കെ നമുക്ക് സെലക്ട് ചെയ്യാം. ഗൂഗിൾ മീറ്റിലൊക്കെ നമ്മൾ ഷെഡ്യൂൾ ചെയ്യുന്നത് പോലെയാണിത്. അത് കുറച്ച് പരിചിതമായിരിക്കും എല്ലാവർക്കും. ഇനി അടുത്തത് നോട്ടിഫിക്കേഷനാണ്. ആ ബെൽ ഐക്കൺ നമുക്ക് നേരത്തെ പരിചയമുള്ളതാണ്. അപ്പോൾ ക്ലബ് ഹൗസ് സേസ് വെൽക്കം ടു, അത് നിങ്ങൾ ആദ്യം ജോയിൻ ചെയ്ത സമയത്ത് നിങ്ങളൊരു വെൽക്കമിങ് നോട്ട് വന്നിട്ടുണ്ടാവും നോട്ടിഫിക്കേഷനായിട്ട്. അതിനുശേഷം നിങ്ങളുടെ ഓരോ ആക്ടിവിറ്റീസും അതുപോലെ റിപ്ലൈയും മറ്റുമൊക്കെയുള്ള അല്ല ഫ്രണ്ട്സിൻ്റെയും ഫോളോവേഴ്സിൻ്റെയും ഒക്കെ ആക്ടിവിറ്റീസൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് വരും. ഏറ്റവും ഒടുവിലായിട്ട് കാണുന്നത് നിങ്ങളുടെ പ്രൊഫൈൽ പിക്ചറാണ്. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസൊക്കെ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ആരാണ് ഇൻവൈറ്റ് ചെയ്തത് എന്നും നിങ്ങൾ ഫോളോ ചെയ്യുന്ന എത്ര ആളുണ്ട്, നിങ്ങളെ ഫോളോ ചെയ്യുന്ന എത്ര ആളുണ്ട് എന്നൊക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ പോലെ തന്നെയാണ് അത് കാണാൻ പറ്റും. ഇവിടെ സെറ്റിങ്സിൽ പോയിട്ട് നമുക്ക് സാധാരണഗതിയിൽ ആവശ്യമുള്ള രീതിയിലുള്ള ഓരോ മാറ്റങ്ങളും വരുത്താവുന്നതാണ്. നോട്ടിഫിക്കേഷൻ വേണോ വേണ്ടയോ, അക്കൗണ്ട്സ് എങ്ങനെയാണ്, ഇൻട്രസ്റ്റ് എന്തൊക്കെയാണ് നമ്മുടെ ഫീൽഡ് നേരത്തെ കൊടുത്തിട്ടുള്ള ഇതിൽ നിന്ന് മാറ്റമുണ്ടോ എന്നെങ്കിലും അത് ചേഞ്ച് ചെയ്യാം. അതുപോലെ തന്നെ ലോഗൗട്ട് ചെയ്യാനുള്ള ഓപ്ഷനും ഇവിടെയാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയയാണ്. പിന്നെ നിങ്ങളുടെ ഈ പ്രൊഫൈല് വേണമെങ്കിൽ ഈ ഒരു ക്ലബ് ഹൗസിലേക്ക് മറ്റുള്ളവരെ ഇൻവൈറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഷെയർ ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ പ്രൊഫൈല് നിങ്ങളുടെ വാട്സാപ്പ് വഴിയോ മറ്റോ അതുപോലെ തന്നെ ഇവിടെ നിന്ന് കോപ്പി ലിങ്ക് എന്ന ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് കോപ്പി ചെയ്യുകയോ ഒക്കെ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം. ഇനി നിങ്ങളുടെ ഇമെയിൽ ഈ @ സിമ്പിളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇമെയിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഓതൻറ്റിക് ആയിട്ട് വെരിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ സെക്കൻഡ് വേ ടു പ്രൂവ് ഹൂ യു ആർ,
അതായത് നിങ്ങൾ നേരത്തെ മൊബൈൽ നമ്പർ വഴിയായിരുന്നു നിങ്ങളെ വെരിഫൈ ചെയ്തത്. നിങ്ങളുടെ ഒരു ഇമെയിൽ ഐ ഡിയും കൂടി ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് നിങ്ങൾക്കൊരു മെയിൽ പോവും. ആ മെയിലിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാവുന്നതാണ് നിങ്ങളുടെ ഇമെയിലാണ് എന്നത്. ഓക്കെ, ഇനിയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ടിപ്പ് പറയുന്നത്. എന്താണെന്നാൽ നിങ്ങൾ സ്പീക്കർ ആയി നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൽ നിന്ന് റൂമിൽ നിന്ന് ലെഫ്റ്റ് ചെയ്യാതെ നിങ്ങൾക്ക് ഓഡിയൻസ് ആയി മാറണമെങ്കിൽ ചെയ്യേണ്ടത് സ്പീക്കറായി നിൽക്കുന്ന നിങ്ങളുടെ പ്രൊഫൈലിൽ ടച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ കാണാൻ പറ്റും മൂവ് ടു ഓഡിയൻസ് എന്ന്. അതിൽ ടച്ച് ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു ചാറ്റിൽ നിന്ന് നിങ്ങൾ ലെഫ്റ്റ് ചെയ്യാതെ നിങ്ങൾക്ക് ഓഡിയൻസ് ആയി തുടരാൻ പറ്റും. ഓക്കെ, അപ്പൊ ശരി, എല്ലാവരും നമ്മുടെ ക്ലബ് ഹൗസിലേക്ക് വരികയല്ലേ? ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് വഴി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. താങ്ക് യു. നെക്സ്റ്റെക്സ് അക്കാദമി, എൻ അക്കാദമി ഫോർ നെക്സ്റ്റ് ജനറേഷൻ ടിപ്സ് ആൻഡ് ട്രിക്സ്. ഏറ്റവും പുതിയ ടിപ്സും ട്രിക്സുമായി നിങ്ങളിലേക്ക് എത്തുന്നു നെക്സ്റ്റെക്സ് അക്കാദമി. സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.